ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഡെസ്ക്ടോപ്പിലെ അല്ലെങ്കിൽ ലാപ്ടോപ്പിലെ റാമുകൾ എത്രയുണ്ട്, റാം സ്ലോട്ടുകൾ അവൈലബിലിറ്റി എത്രയുണ്ട്, നമുക്ക് റാം അപ്ഗ്രേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റാം ജനറേഷൻസ്, അതായത് DDR വേർഷൻസ്, DDR ജനറേഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. DDR4 ആണോ 5 ആണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഒരുപാട് പേര് നേരിട്ടും അല്ലാതെയും മെസ്സേജിലൂടെയും കമൻറ്റിലൂടെയൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. മോശം അഭിപ്രായങ്ങൾ തീരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഈ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന DDRൻ്റെ ടൈപ്പ് ഏതാണെന്ന് നോക്കുന്നത് കമാൻഡ് മോഡിലൂടെയാണ്. അതിനായിട്ട് റണ്ണിൽ CMD എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. കമാൻഡ് മോഡിൽ നിങ്ങൾ ഈ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യുക: WMIC സ്പേസ് മെമ്മറി ചിപ്പ് സ്പേസ് ഗെറ്റ് സ്പേസ് SM BIOS മെമ്മറി ടൈപ്പ്. മെമ്മറി ടൈപ്പ് എന്നുള്ളതിന് അടുത്ത് കോമ കൊടുത്തിട്ട് നിങ്ങൾ സ്പീഡെന്നും കൂടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പും കിട്ടും, സ്പീഡും കിട്ടും. ഇതിൽ 26 എന്ന് പറയുന്നതാണ് DDRൻ്റെ ടൈപ്പ് ഏത് ജനറേഷനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് 20 എന്ന് പറയുന്നത് DDR1ഉം 21 എന്ന് പറയുന്നത് DDR2, 24 എന്ന് പറയുന്നത് DDR3, 26 എന്ന് പറയുന്നത് DDR4, 34 എന്ന് പറയുന്നത് DDR5 ആണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് 26 ആണ്. 26 എന്ന് പറഞ്ഞാൽ DDR4 ആണ്. ഇത് 2 ലൈനായിട്ട് കാണാൻ കാരണം 2 സ്ലോട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന റാമുകളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇനി റാമിൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ 2667 ഉണ്ട്, 2400 ഉണ്ട്. ഗ്രാഫിക്കൽ മോഡിലും ഇത് കാണാൻ പറ്റും. നമ്മൾ 2 റാമുകൾ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ 2 ടൈപ്പ് സ്പീഡാണ് കാണുന്നത്. അതുപോലെ നമ്മൾ റാം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരേ സൈസുള്ളതും ഒരേ സ്പീഡുള്ള റാമും ആണെങ്കിൽ പെർഫോമൻസ് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ഈ 2667 അതേപോലെ 2400 എന്നൊക്കെ കാണുന്നത് MT/s ആണ്, മെഗാ ട്രാൻസ്ഫർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ 2 സ്പീഡ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ സ്പീഡാണ് സിസ്റ്റം എടുക്കുക. ഇനിയിപ്പോൾ നമ്മളിത് 2 റിമൂവ് ചെയ്തിട്ട് പുതിയൊരു റാം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നല്ല സ്പീഡുള്ള റാം നമ്മൾ നോക്കി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയിട്ട്, നമ്മളെ പ്രോസസ്സർ ഇത് സപ്പോർട്ട് ചെയ്യുമെന്നും കൂടി നോക്കണം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന CPU അല്ലെങ്കിൽ പ്രോസസ്സർ എത്രയാണ് മാക്സിമം റാം സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചാൽ ഇതേപോലെയുള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.